ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. സൗണ്ട് ഉണ്ടോന്ന് അറിയില്ല, ടി വിയും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയാ, എനിക്ക് ജലദോഷമൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഫെബ്രുവരിയിൽ ഓരോ ദിവസവും ഓരോ പ്രത്യേകതകളുള്ള ദിവസങ്ങളാണ് അല്ലേ. അപ്പൊ ഇന്ന് റോസ് ഡേ ആണ്. അപ്പോൾ കുറച്ച് റോസാപ്പ് വീട്ടിലുണ്ട്, അച്ഛൻ നട്ടതാണ് കേട്ടാ. കാണിച്ചു തരാം, കണ്ടോ? ഇത്രയധികം റോസാപ്പൂക്കളുണ്ട്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി റോസ് ഡേ. അത് ഞാൻ പറിക്കത്തൊന്നുമില്ല, കാരണം കഷ്ടപ്പെട്ട് അച്ഛൻ നട്ട് വളർത്തുന്ന സംഭവങ്ങൾ. ആ പൂക്കളൊന്നും നമ്മൾ അങ്ങനെ പിഴുതെടുക്കാറില്ല. പിഴുതെടുത്ത് കഴിഞ്ഞാൽ എന്നെ അങ്ങ് തട്ടും. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പൂക്കൾ നിറയുണ്ട് കേട്ടോ. ഞാൻ വേറൊരു പൂ കാണിച്ചു തരാം. ഈ പൂവിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ ഈ പൂവ്. കണ്ടോ ഈ പൂവ്? ആരൊക്കെ വീട്ടിലുണ്ട് ആ പൂവ്? അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഞാൻ അവിടെ അങ്ങനത്തെ വീട്ടിൽ ഞാൻ കൊണ്ടു നട്ടിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ ശരിക്കും അങ്ങോട്ട് ആയിട്ടില്ല, കുറച്ച് വളർന്നു വന്നതേ ഉള്ളൂ. ചിലപ്പോൾ അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും നല്ല പോലെ പൂക്കുമായിരിക്കും. അപ്പൊ പിന്നെന്താ, ഇതൊക്കെ കണ്ടാ, ഇതൊക്കെ അച്ഛൻ നട്ടു വെച്ചേക്കുന്നതാണ്. അടുത്ത വരവിലാകുമ്പോഴത്തേനും ഏകദേശം ആകുമായിരിക്കും. കണ്ടില്ലേ ചീര? എനിക്കിഷ്ടമാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ചീര. പിന്നെ അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഇപ്പൊ പടവലം അങ്ങനത്തെ കക്കിരി അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അച്ഛൻ കണ്ടത്തിൽ കുറച്ച് വെള്ളരിക്കൊക്കെ നട്ടിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത വരവിൽ വീഡിയോ എടുക്കാം. അപ്പം എന്തായാലും സമയമില്ല, നല്ല തണുപ്പാണ്. എന്താ പറയുക, ഞാൻ ഇന്ന് ലീവ് എടുത്താലോ എന്ന് വിചാരിച്ചാ. പിന്നെ ഇന്നും കൂടി പോയി കഴിഞ്ഞാൽ നാളെ നമുക്ക് അവധിയല്ലേ. നാളെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ പോകണം. പനിയാണെങ്കിലും കറങ്ങലിനൊന്നും ഒരു കുറവുമില്ല. അപ്പം എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും റോസ് ഡേ ട്ടാ. ടാറ്റാ, ബൈ.